അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രമാദമായ വിഷയം, ആ വിഷയമെടുത്ത് ഇത്തരത്തിലൊരു ടേബിൾ ടോക്ക് സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് SKSFിൻ്റെ സംസ്ഥാന കമ്മിറ്റിയെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് PM ശ്രീ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഈ PM ശ്രീ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യാം. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പേരിൽ രാജ്യത്തെ സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഓരോ ബ്ലോക്കിൽ നിന്നും 2 സ്കൂളുകളാണ് ഇതിന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ ഭൗതികപരമായും അതുപോലെ വിദ്യാഭ്യാസപരമായും മുന്നോക്കം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരുകളുമായി ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടാണ്. ഈ എഗ്രിമെൻറ്റിൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 3 വർഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വിഴുങ്ങി ഇപ്പോൾ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ അവിടെ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് വർഷാവർഷം 1 കോടി രൂപ ലഭിക്കുമെന്നാണ് ഇതിൻ്റെ രേഖയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നടപ്പിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ഒപ്പിടുമ്പോൾ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒപ്പിട്ട രേഖയിലുണ്ട്. ഒന്ന്, NEP നടപ്പിലാക്കും എന്നുള്ളതാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ സ്കൂളുകളിലും നടപ്പാക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒന്ന് ഒപ്പിടുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, സ്കൂളുകൾക്ക് മുമ്പിൽ പേരും ഫോട്ടോയും വെക്കും എന്നുള്ളതാണ്. ഇത് ഈ കരാറിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും റേഷൻ കടകൾ ഉൾപ്പെടെ പൊതുജനം കയറിയിറങ്ങുന്ന എല്ലാ ഇടങ്ങളിലും പുതിയ കാലത്തെ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ആളുകളുടെ ഫോട്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മളെ സ്കൂളുകളിലേക്കും വരാൻ പോവുകയാണ്.
ഇപ്പോൾ എന്തുകൊണ്ടാണ് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ എതിർക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് നമ്മൾ നോക്കേണ്ടത്. 2020 പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള NEP ഇതിൽ തീർത്തും നമ്മൾ പറയുന്നത് സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ചരിത്രത്തിലെ പല ഭാഗങ്ങളും വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് വർഷം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ള മുഗൾ സാമ്രാജ്യം ഉൾപ്പെടെയുള്ളത് നമ്മുടെ സിലബസിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിം നാമധാരികളുടെ പേരുകൾ വെട്ടിമാറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതുപോലെ ഗാന്ധിയെ വധിച്ച ഗോഡ്സെയെക്കുറിച്ച് പഠിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുള്ള ഒരു സിലബസാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതേപോലെ NEPയിൽ നമ്മൾ എതിർക്കുന്നത് മറ്റൊരു കാര്യം, അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ് NEPയെ എതിർക്കുന്ന മറ്റൊരു കാര്യം. അപ്പം അതിൽ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പലതരത്തിൽ ഭിത്തുകളും അതുപോലെ പുരാണങ്ങളും ഒക്കെ പഠന വിഷയമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ലോകത്തെ നമ്മുടെ വിമാനം കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് അത് പുഷ്പക വിമാനമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രാദേശിക ഭാഷകൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ളതാണ് NEPയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം കുറയ്ക്കുന്നു. മെഡിസിന് പോലും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് NEPയിൽ നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. NEPയിൽ നമ്മൾ എതിർക്കുന്നത് അതുകൊണ്ടാണ്. പ്രൈവറ്റ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മളെ കാത്തു സൂക്ഷിച്ചു പോകുന്ന പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടുപോകും. ഇതെല്ലാം കൊണ്ടാണ് നമ്മളെ NEPയെ നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ ഈ NEP നടപ്പിലാക്കണം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കണം എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ ആണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സർക്കാർ വാദിക്കുന്നത് നമ്മളൊക്കെ മീഡിയ ഉൾപ്പെടെ കണ്ടതാണ്. മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു NEPക്ക് എന്താ പ്രശ്നം. മന്ത്രി NEPയുടെ രേഖ കൊടുത്തുകൊണ്ട് നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം, NEPക്ക് എന്താ പ്രശ്നം, പത്രക്കാരോട് ചോദിച്ചു. നമ്മളിപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, പിന്നെ എന്തിനാണ് ഇത്രയും വർഷം 3 വർഷമായിട്ട് ഈ ഒരു പൈസ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇതിൽ ഒപ്പുവെക്കാനുള്ളൊരു ചേതോവികാരം എന്താണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കേരളത്തിലെ ജനത ആവശ്യപ്പെടുന്നതാണ്. മാത്രവുമല്ല, ഇവിടെ ലഭിക്കാനുണ്ട് എന്ന് പറയുന്ന 1400ഓളം കോടി രൂപ ഇത് ഇനി ഈ സർക്കാരിൻ്റെ കാലാവധി 6 മാസം. ഈ 6 മാസം കൊണ്ട് ഈ 1400 കോടി രൂപ നമുക്ക് ലഭിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ ഒരു ഉറപ്പും ഇതിൽ പറയുന്നില്ല. വർഷാവർഷങ്ങളിൽ NEP നടപ്പിലാക്കുമ്പം 2022 മുതൽ 2027 വരെയാണ് ഈ PM ശ്രീ പദ്ധതിയുടെ കാലയളവ്. ഈ കാലയളവിനുള്ളിൽ ഓരോ വർഷവുമാണ് ഇതിൻ്റെ ഫണ്ട് അനുവദിക്കപ്പെടുന്നത്. പിന്നെ എങ്ങനെ 1400 കോടി രൂപ നഷ്ടപ്പെട്ട, നമുക്കാർക്കും എതിർപ്പില്ല. 1400 കോടി രൂപ നമ്മളുടെ പൈസയാണ്, ഇത് നമ്മളുടേതല്ലേ എന്നാ മന്ത്രി ചോദിച്ച്. സർക്കാർ ചോദിക്കുന്ന അതാണ്, നമ്മളുടേതല്ലേ, നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസയല്ലേ നമുക്ക് കിട്ടണ്ടേ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും വേണം, നമ്മൾ വാങ്ങണം. നമ്മളത് വാങ്ങുമ്പം എന്തിനാണ് നമ്മളെ ഇപ്പോൾ പെട്ടെന്ന് ഇത് ഒപ്പിട്ട് നമുക്ക് ഈ ഒരു 6 മാസം കൊണ്ട് ഈ ഒരു പണം നമുക്ക് കിട്ടുമോ? നമ്മളെ ചോദ്യം അതാണ്. ഒരിക്കൽ നടക്കുന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. അപ്പം ഇവിടെ നമ്മളെ ചില കാര്യങ്ങൾ
ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചു പോവുകയാണ്, നമ്മൾ വിശ്വസിച്ച് പോവുകയാണ്. ചില അന്തർധാരകൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തിടുക്കം കൂട്ടി ഇതിൽ ഒപ്പിടുന്നതിൻ്റെ പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഈ ഒരു പൈസ ഇത്രയും കാലം നമുക്ക് നഷ്ടമായ ഒരു പൈസ വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ അല്ല, അങ്ങനെ ഒരു പൈസ കിട്ടുമെന്ന് നമുക്കാർക്കും തോന്നുന്നില്ല. ഏതായാലും ഞാനെൻ്റെ പ്രഭാഷണം നീട്ടുന്നില്ല. നമുക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരാണ്. തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും കോലാഹലങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഒരിക്കലും അവരുടെ പക്കൽ നിന്ന് ഉണ്ടാവാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. തീർച്ചയായും ഇതിനെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നൽകി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.